വർക്കലയിൽ ഭാര്യയ്ക്ക് ക്രൂരമായ പീഡനം. നൗഷാദ് എന്ന് പറയുന്ന ഒരുത്തൻ, നിഷാന എന്ന് പറയുന്ന ഭാര്യയെ ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗങ്ങൾ, CCTV രംഗങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇത് തടയാൻ ചെന്ന പിതൃ സഹോദരൻ അയാളെ വെട്ടി പരിക്കേൽപ്പിച്ചു. തലയ്ക്ക് എത്ര 24 സ്റ്റിച്ച് ഉണ്ടെന്ന് പറയുന്നു, കയ്യിൽ 40 എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് പറയുന്നു. മൊത്തത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചു. ഈ പെൺകുട്ടി തൊഴിലുറപ്പിന് പോണ ഒരു പെൺകുട്ടിയാണ് നിഷാന എന്ന് പറയുന്ന സംഭവം. വർക്കലയിലാണ്. കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ വന്നതെന്ന് എന്നെ പറയണത്. യുവന്മാർ എന്നിട്ട് തൊഴിലുറപ്പിന് പോയിട്ട് ഈ തൊഴിലുറപ്പ് ചെയ്ത് ഈ കുട്ടി രാവിലെ പോയി വീട്ടിൽ വേവിച്ച് പറക്കിയൊക്കെ വെച്ചിട്ട് ഈ പെൺകുട്ടി പോയി രാത്രി കഷ്ടം വയ്യാതെ കയറി വരും. അതൊരു സുഖമില്ലാത്ത കുട്ടിയാണ്. അതിന് ഈ സംസാരത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ സംസാരം കേൾക്കുമ്പോഴേ നമുക്കറിയാം സുഖമില്ലാത്തൊരു കുട്ടിയാണെന്ന്. അത് ഒരുപാട് നാളുകൊണ്ട്, ഒരുപാട് വർഷം കൊണ്ട് ഈ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ നിഷാന എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പം യവന് വേറൊന്നും വേണ്ട. യവന് മദ്യപിച്ച് കഞ്ചാവും അടിച്ച്. ഈ കുട്ടി പറയുന്നുണ്ട്, ഈ കുട്ടിയെ താലി കെട്ടാൻ വന്ന സമയത്ത് മദ്യത്തിൻ്റെ സ്മെല്ലുണ്ടായിരുന്നെന്ന്. യവൻ പണ്ടേ മദ്യപിച്ച് കിടന്നു. ചിലവന്മാരൊക്കെ എന്തോന്ന് ചെയ്യും, ഈ കല്യാണത്തിൻ്റെ അന്ന് മദ്യത്തിൻ്റെ നാറ്റം വരുമെന്നും പറഞ്ഞ് ആ സമയത്തൊന്ന് മാറ്റി വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ കുടിക്കും. ഒരു മാസമോ വരെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങും. അത് കഴിഞ്ഞിട്ട് അവന്മാർ കുടിക്കും. കല്യാണത്തിൻ്റെ സമയം ആവാറാവണ സമയത്ത് മാന്യന്മാരാവും. അങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട് വൃത്തികെട്ടവന്മാർ. ഈ കുട്ടി തൊഴിലുറപ്പിന് പോകുമ്പോൾ യവൻ എന്തോന്ന് ചെയ്യും, വൃത്തികെട്ട ഫിലിം ഇതൊക്കെ കണ്ട് മൊബൈലിൽ നെറ്റും അങ്ങോട്ട് ചാർജ് ചെയ്ത് വൃത്തികെട്ട ഇതൊക്കെ കണ്ട്, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. മദ്യപിച്ച് അതിനകത്ത് ഓരോ കോലങ്ങൾ കാണിക്കും ആ വീട്ടിൽ. അവൻ ജോലിക്കൊന്നും പോകില്ല. പോണത് ഈ പെൺകുട്ടിയെ ഈ സുഖമില്ലാത്ത, സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ട് ഉള്ള ഒരു പെൺകുട്ടിയെ പറഞ്ഞ് ജോലിക്ക് വിടും യവൻ. എന്നിട്ട് ആ കുട്ടി കൊണ്ടുവരണ പൈസയിൽ സാധനങ്ങൾ വാങ്ങിച്ച് ഞണ്ണി ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ സ്വഭാവമാണ് യവൻ. ഈ കുട്ടി കൊണ്ടുവരണ പൈസ എന്തോ ഇതിൻ്റെ അക്കൗണ്ടിലോട്ട്, ഈ തൊഴിലുറപ്പിന് പോയാൽ അങ്ങനെയാണ്, അക്കൗണ്ടിലോട്ട് പൈസ വരും. യവൻ അങ്ങ് എടുക്കും. യവൻ ഈ പൈസ ഫുൾ അങ്ങ് എടുക്കും. കഷ്ടം, അതിനൊന്നും കൊടുക്കൂല. എന്നിട്ട് യവൻ പോയി അങ്ങോട്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് ഈ പെൺകുട്ടിയെ എടുത്തിട്ട് ആട്ടി തന്നെ. 2 മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും. 13 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്. അങ്ങനെ ഈ കുട്ടിക്ക് സഹിക്കാൻ വയ്യാതായപ്പോൾ ഇതെന്തോന്ന് ഇത് അതിൻ്റെ വീട്ടിൽ പറഞ്ഞു. ഇതിനെ എടുത്തിട്ട് അടിച്ചത് കൊണ്ട് അതിനെ സഹിക്കാൻ വയ്യാതായപ്പോൾ ഇതങ്ങനെ സംസാരിക്കൊന്നുമില്ലെന്നാണ് പറയണത്. ഇത് അതിൻ്റെ വീട്ടിൽ പറഞ്ഞ് ഈ സഹോദരന്മാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. സഹോദരന്മാർ ചോദിക്കാൻ വന്നപ്പം അവരെ എടുത്തിട്ട് അടിച്ച്. ഇവൻ എന്തൊരു മാനസിക രോഗിയാണ് ഇങ്ങനെ അടിച്ചടിച്ച് കിടക്കാൻ. അവരെ ഫുള്ളെടുത്തിട്ട് ആ സഹോദരന്മാരെയൊക്കെ അടിച്ച്. അപ്പോഴീ കുട്ടി പറഞ്ഞ് എനിക്കിനി വേണ്ട, ഞാൻ ഇയാളെ ഒത്ത് ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇനി ഞാൻ അവസാനിക്കും, എനിക്കിനി ഈ ജീവിതം വേണ്ട, എന്നെ ദയവ് ചെയ്ത് ഇവൻ്റെ കൂടെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവർ സംസാരിച്ച് ഒത്തുതീർപ്പാക്കി ഈ ദുഷ്ടൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. യവൻ്റെ കൂടെ പറഞ്ഞു വിട്ടിട്ടാ യവൻ്റെ ഗതി ഇത് തന്നെ. അവസാനം ഈ കുട്ടി മോള് 13 വയസ്സായ മോളെടുത്ത് പറഞ്ഞു, മോളെ ഇനി എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഉമ്മ അങ്ങ് ക്ഷമിച്ചു കൊടു, ബാപ്പ അല്ലേ അങ്ങ് ക്ഷമിക്കൂ ഉമ്മ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മോൾക്ക് വേണ്ടി ഈ പെൺകുട്ടി അങ്ങ് ക്ഷമിച്ച്. ഈ കൊച്ച് ജോലിക്ക് പോയിട്ട് വന്ന സമയത്ത് മദ്യപിച്ച് കൂത്താടി വന്ന് ഈ പെൺകുട്ടി എടുത്തിട്ട് അടിച്ച്. യവന്മാർ തിന്ന് ഇതേ കണക്ക് ഇരിക്കണ ഭാര്യമാർ ജോലിക്ക് പോയി കൊണ്ടുവന്ന് തിന്നണ കുറേ എണ്ണമുണ്ട്. എല്ലാവരും അല്ല, കുറേ എണ്ണം അങ്ങനെ ഉണ്ട്. എന്നാൽ നീയൊക്കെ തിന്നിട്ട് നീ അന്തസ്സായിട്ടിരി. അവരൊക്കെ ജോലിക്ക് പോകണം, ശരിയാണ്, തൊഴിലുറപ്പിനെങ്കിൽ തൊഴിലുറപ്പിന് പോകണം. നീ അന്തസ്സായിട്ട് തിന്നും കൊണ്ട് നീ നല്ലതുപോലെ ഇരി. യവന് എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും ഉള്ള ഒരുത്തനായിരുന്നു ഈ നൗഷാദ് എന്ന് പറഞ്ഞ അവൻ. ഈ പെൺകുട്ടി ഇതിന് റിപ്പോർട്ടർ ചാനലിലൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്, അതിനെ അടിച്ച് പഞ്ചറാക്കി ഹെൽമെറ്റിനെടുത്തിട്ട് അടിക്കണ. ഇവൻ കുടിച്ചും കൊണ്ട് വന്ന് ഹെൽമെറ്റിനെടുത്തിട്ട് അടിക്കണ രംഗങ്ങളുണ്ട്.
തലയ്ക്ക് തന്നെ നല്ല കൊണ്ട മൊത്തം ചുമ കല്ലിച്ച് ഇങ്ങനെ കിടക്കുന്ന തല. ഈ ഷാനവാസിന്റെ തലയ്ക്കാണോ വെട്ടേറ്റത്? ഷാനവാസിന്റെ തല ഇപ്പൊ മൊത്തം ശരീരം മൊത്തം പാടാണല്ലോ ഷാനവാസ്. തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു ഷാനവാസ്. ഷാനവാസ് എന്ന് പറയുന്ന ബന്ധുവാണ്. അയാൾ പിടിച്ചു മാറ്റാൻ വന്ന അയാളെയും വെട്ടി. നമസ്കാരം സാർ. നമസ്കാരം ഷാനവാസ്. തലയിൽ 22 തയ്യലുണ്ട്. 24 തയ്യലോ? കയ്യിൽ ഏകദേശം ഒരു 40-45 തയ്യലോളം. 45 തയ്യലോ തലയിൽ? അയാള് കൊല്ലാൻ വേണ്ടി തന്നെയാണോ വന്നത് ഷാനവാസ്? കയ്യിൽ. അതെ 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 അതെ, കൊല്ലാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. അത് ആദ്യമേ വനിതാ സെല്ലിൽ വെച്ച് വനിതാ സെല്ലിൽ വെച്ച് എൻ്റെ അടുത്ത് അന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞു നിന്നെ ഞാൻ തീർത്തു കളയുന്നു. ബഹുമാന പുച്ഛമില്ലാത്ത സംഭാഷണം. ഇവർ കേസ് കൊടുത്തായിരുന്നു. ആദ്യമേ ഇങ്ങനെ ഇവൻ്റെ പേരിൽ കേസ് കൊടുത്ത് വനിതാ സെല്ലിലും അവിടെ എവിടെയൊക്കെ കൊണ്ടുവന്ന് ഈ പെൺകുട്ടി കൊടുത്തായിരുന്നു. പക്ഷേ ഒന്നും അതൊരിതായില്ല ആ കേസ്. അന്നേ ഇത് നല്ലതുപോലെ ആയി അവനെ പിടിച്ചുകൊണ്ട് വന്ന് ഇട്ടിരുന്നെങ്കില അങ്ങനെ കേസ് കൊടുത്ത് പിന്നെ അവനെ ജയിലിലാക്കിയെന്ന് പറഞ്ഞാണ് അവൻ വീണ്ടും വൈരാഗ്യം തീർത്തത് കുടിച്ചും കൊണ്ടുവന്നിട്ട്. ഒരു ക്രിമിനൽ മൈൻഡാണ് സാർ, ഒരു ക്രിമിനൽ മൈൻഡാണ്. മനസ്സിലായി? ഇയാൾ മദ്യപിക്കുമോ ഷാനവാസ്? എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുട്ടിയാണ്, സംസാരിക്കത്തില്ല ആയിട്ടും. അദ്ദേഹം മദ്യപിക്കുകയും ചെയ്യും. കക്ഷിയുടെ കയ്യിൽ ഇല്ലാത്ത പ്രവൃത്തികളൊന്നുമില്ല. ഈ കുട്ടി തൊഴിലുറപ്പിന് പോകുന്ന കയ്യിൽ ഒരു ചെറിയ നെറ്റ് കൊടുത്ത് പിന്നെ താമസയോഗ്യമല്ലാത്ത ആ വീട്ടിനകത്ത് ഇരുന്നിട്ട് നെറ്റിൽ കളിക്കും, നെറ്റിൽ ചാറ്റ് ചെയ്യും. പിന്നെ അകലിയ ചിത്രങ്ങൾ കാണും. പിന്നെ വെച്ച് കഞ്ചാവ് അങ്ങനെയുള്ള പരിപാടികളുണ്ട്. പിന്നീട് ഈ കുട്ടി ജോലി ചെയ്യുന്നതിൻ്റെ പൈസ പഞ്ചായത്തിൽ നിന്ന് വരുന്നത് മറ്റേ ഗൂഗിൾ പേയിലാണ്. ആ ഗൂഗിൾ പേ അവൻ്റെ കസ്റ്റഡിയിലാണ്. ഈ കുട്ടി ചോദിക്കും പൈസ വന്നില്ലേ എന്ന് ചോദിച്ചാൽ വന്നില്ല എന്ന് പറയും. ഈ കുട്ടി വീണ്ടും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ആ കുട്ടികളെ നോക്കും. ആ ഒരു ഭയങ്കര കഠിനമായ സങ്കടം. യവന്മാർ തിന്ന് ക്ലാച്ച് ഇങ്ങനെ വീട്ടിനകത്തിരുന്നും കൊണ്ട് ഈ പെൺപിള്ളേരെ ജോലിക്കും പറഞ്ഞു വിട്ടിട്ട് ആ കൊച്ചുങ്ങൾ കൊണ്ടു കൊടുക്കണം ഇതിൽ തിന്നും കൊണ്ട് ഇരുന്നും കൊണ്ട്. എന്നിട്ട് രാത്രിയിൽ യവന്മാർ രാത്രിയെന്നില്ല പകലെന്നില്ല 24 മണിക്കൂറും വെള്ളം അടിച്ചിട്ട് ഈ പിള്ളേരെ മണ്ടേ കയറും. ഇത് ഈ യവന് പരസ്ത്രീ ബന്ധം, മദ്യപാനം, മയക്കുമരുന്ന്, പരസ്ത്രീ ബന്ധം ഇതെല്ലാം ഉണ്ടായിരുന്നു അവന്. ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഇവർ താമസിക്കുന്ന വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീയായിട്ട് അത് സഹിക്കാൻ പറ്റിയില്ലെന്ന്. ഓപ്പോസിറ്റ് ഒരു സ്ത്രീയായിട്ടുള്ള പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്ത് അങ്ങനെ ഉണ്ടായ നടി. ഈ പെൺകുട്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കടപ്പത്ത് പണിക്കാൻ പോയിക്കൊണ്ടിരുന്ന കടപ്പത്ത് മീൻ പിടിക്കാൻ വേണ്ടിയാ വല്ലപ്പോഴാ മീൻ പിടിക്കാൻ പോകുന്നു. മീൻ തിന്നണ്ടേ? ഒരു പ്രകോപനം ഉണ്ടായത് അവസാന നിമിഷം. ഇപ്പൊ പോലീസിൽ നേരത്തെ പരാതിപ്പെട്ടിരുന്നല്ലോ, ഇയാളിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു നിഷാന. പോലീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പോലീസ് പറഞ്ഞ് ബന്ധപ്പെടാൻ നേരിട്ട് കോളരി വരി പോകണം പോകുന്നു. അങ്ങനെ നമ്മൾ കോളരി വരി കൊടുത്തപ്പോൾ അത് 14 കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്നിച്ച് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ഥലത്ത് വന്ന കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ഒന്നിച്ച് പോകാമെന്ന് തോന്നുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നിച്ച് പോകാൻ. കോടതിയിൽ ചോദിക്കണം അങ്ങനെയാണ്, കൗൺസിലിംഗ് നടത്തിയിട്ട് ഒന്നിച്ച് പോവാൻ. ഇങ്ങനെ ഉള്ളവന്മാരെ പിടിച്ച് ഒന്നിച്ച് പോയാൽ മതി. ഈ പെൺകുട്ടിയെ അതിന് സംസാരം അത്രയ്ക്ക് ക്ലിയർ അല്ല. ഇതെല്ലാം ഇവൻ മുതലെടുത്താണ് അവൻ ഈ കാണിച്ചു കൂട്ടിയ പ്രവൃത്തികൾ. ഇത്രയും നാൾ ഞാൻ ഒന്നിച്ചാ പോയ അപ്പം അങ്ങേരെ പോലെ എൻ്റെ കൊച്ചാപ്പാര വാക്ക് കേട്ടാൽ ഞാൻ ഇറങ്ങി. എൻ്റെ കൊച്ചാപ്പാര വാക്ക എൻ്റെ അപ്പത്തെ വീട്ടിൽ നിന്ന് നടക്കുന്ന ആൾക്കാരെ വാക്കൊന്നും കേട്ടിട്ട് സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങിയ വേണ്ട ഞാൻ വെച്ച ശമിഷോ അല്ല ശമിഷവും കൊണ്ടാ ഞാൻ ഇറങ്ങി. അല്ല നേരെ ഒന്നും കൊണ്ട് ആരും പറഞ്ഞതില്ല. എനിക്ക് മനസ്സിലായി. 3 ദിവസം സംശയം മാത്രമല്ല മദ്യപിക്കും അല്ലേ? ഇയാള് കഞ്ചാവ് കുടിക്കും, ആനെന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ പ്രവൃത്തിയുണ്ട് കാണും. ആർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ? സമാധാനം തരുന്നില്ല. കൂടുതൽ കുടിച്ചുകൊണ്ട് വന്നിട്ട് ബഹളം, ചീത്ത വിളി, അങ്ങനെ ഇങ്ങനെ ഒരു പച്ചക്ക് ഇട്ട് പറിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യാത്ത തെറ്റാവോ? ഈ കുട്ടി എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ആ മോള് പറഞ്ഞത് കൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ പോയി ആണ്ടിലും സംക്രാന്തിക്കും കയറി വരും വീട്ടിൽ. പാതിരാത്രിയെന്നില്ല എപ്പോഴെങ്കിലും കുടിച്ച് ആടിയും വന്നിട്ട് അയൽവക്കത്തെ പെണ്ണുങ്ങളോട് ഇങ്ങനെ കണ്ണും കവളും കാണിച്ച് അങ്ങനത്തെ ഒരു വൃത്തികെട്ടോ. പാതിരാത്രി ആകുമ്പോൾ അപ്പുറവും ചാടി ഇപ്പുറവും ചാടും. മദ്യത്ത് ഇരുന്നും കൊണ്ട് അപ്പുറവും ചാടും കണക്ക് ചാടും യമൻ.
അങ്ങനത്തെ ഒരു വൃത്തിയിട്ടു. ഈ പെങ്കൊച്ചിന് വേണ്ട എങ്കിൽ എന്നാൽ യവൻ എന്ത് ചെയ്യണം? യവൻ കളഞ്ഞിട്ടങ്ങ് പോകണം. വേണ്ട. പിന്നെ എന്തിനാണ് കിടന്നും കൊണ്ട് കയറി വരക്കും, വീണ്ടും കയറി വന്നിട്ട് ഈ മിണ്ടാത്ത ഈ ഒരു പെൺകുട്ടിയെ ഇട്ട് കാണിച്ച് കൂട്ടുന്ന പ്രവൃത്തികൾ. എന്നിട്ട് കയറി വന്ന് ഈ കുട്ടി വേറൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ അങ്ങനെ എങ്ങാണ്ട് പോയിരുന്നു. ഈ പെൺകുട്ടി പോയിരുന്ന സമയത്ത് വൈകിട്ട് 7 മണിക്ക് കയറി വന്നു. വേറെ ആ കൂട്ടുകാരി ഒത്ത് ഈ കൊച്ച് കയറി വന്നു. ഇവ ഇങ്ങോട്ട് വന്നും കൊണ്ട് ഇവ ഹെൽമറ്റ് എടുത്തിട്ട് അടിക്കണം. ഈ മോളെടുത്ത് ചോദിച്ചെന്ന് ഉമ്മ എവിടെ പോയെന്ന് വെച്ചപ്പോൾ ഈ കൊച്ചു പറഞ്ഞു ഇതുപോലെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയേക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നീ എന്തടി നീ 7 മണിയായപ്പം വന്നെന്ന് ചോദിച്ചോണ്ട് യവ അടിക്കണം. യവ എവിടെയൊക്കെ പോകണമെന്ന് ആ കൊച്ചു തിരക്കണ. യവ എവിടെയൊക്കെയാണ് ആരോടെയാണ് ഇവൻ പോണത് എന്നുള്ള അത്രയും സഹിച്ചവന് വേവിച്ചും തിന്നും കൊടുത്തു അതിനകത്ത് കിടന്നില്ലേ. എന്നിട്ട് അവൻ ഇങ്ങോട്ട് വന്നിട്ട് അടിച്ച് അവന് ഒരു ലെവലും ഇല്ല. അടിച്ച് ഫിറ്റായി വന്നും കൊണ്ട് ഈ പെൺകുട്ടിയെ ഹെൽമറ്റ് എടുത്തിട്ട് അടിക്കണ്, കല്ലിനിടിക്കണ്, എല്ലാം CCTVയിൽ തെളിഞ്ഞ്. സത്യം പറഞ്ഞാൽ ഈ ഹെൽമറ്റൊക്കെ അടിക്കുമ്പോൾ ഇവൻ്റെ മുണ്ട് വരെ ഉരിഞ്ഞ്, കയലി വരെ ഉരിഞ്ഞ് തറയിൽ വീഴണം. ഇവന് ഒരു ബോധവും ഇല്ല. അടിയിൽ ഡ്രസ്സ് ഉണ്ടാകുന്ന ഇവന് ഇങ്ങനെയുള്ളവന്മാർക്ക് ബോധം കാണൂലെന്നേ. അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഈ CCTV ദൃശ്യം എല്ലാം പുറത്ത് വന്നപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ആ വിളിക്കണ വിളി കണ്ടാൽ നമ്മൾ ആരെ കൊണ്ട് സഹിക്കൂല. പെൺകുട്ടി എന്താണ് അന്തസ്സായിട്ട് പോയി ജോലി ചെയ്ത് ജീവിക്ക്. ഇനി കൊല്ലുവമ്മ. എൻ്റെ കൂടെ പോവരുതെടാ. നിനക്കൊക്കെ അന്തസ്സായിട്ട് നീയൊക്കെ അപ്പുറം ചാടാതെ അന്തസ്സായിട്ട് നിൻ്റെ ഭാര്യ ഈ ഇങ്ങനത്തെ പ്രശ്നം കൊണ്ട് പോയി, അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. നീയൊക്കെ എന്തോ അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അന്തസ്സായിട്ട് മാനമര്യാദയ്ക്ക് ജീവിക്കണോടാ. അല്ലാതെ നീയൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊരിക്കലും പെണ്ണെറ്റൂല എന്നും പറഞ്ഞും കൊണ്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല നീയൊക്കെ നടക്കുക. അന്തസ്സായിട്ട് കൊണ്ടുവന്ന് വേല ചെയ്ത് കൊടുത്ത് ജീവിക്കണം. അതാണ് നിൻ്റെയൊക്കെ മര്യാദ.